ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ ഇന്നലെ എത്തി. ഇവിടെ നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ കൊഹിമ പറഞ്ഞ സ്ഥലത്തിൽ ദിമാപൂർ പറഞ്ഞിട്ടുള്ള സിറ്റിൻ്റെ അടുത്താണുള്ളത്. അവിടെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവൻ്റെ വില്ലേജിലാണുള്ളത്. ചക്കിറ്റൈ എന്ന ആ വില്ലേജിൻ്റെ പേര്. അവൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇവിടുത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു വീട്, അതായത് അങ്ങനത്തെ വീടാണ് ഇവിടെ കൂടുതലുള്ള ഓല കിട്ടിയത്. അപ്പം അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവരത് വിരിക്കാൻ പോകട്ടെ. ഇനി ഇതിൻ്റെ എല്ലാ വീടും ഇങ്ങനെയാണ്. അപ്പോൾ അത് പൊക്കി ഇങ്ങോട്ട് വെക്കാൻ നിന്നിട്ട് കൂടിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടത്. ഇത് 18 അടിൻ്റെ കേട്ടോ. അതായത് പിന്നെ ഭിത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. 18 അടിൻ്റെ ഓരോന്നാണ് ഇതിൻ്റെ ഓരോ ഭിത്തി വരുന്നത്. ഇത് മെയിൻ ഹാളിക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനെ ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്തിട്ട് തന്നെ മറ്റേ ചുറ്റി കമ്പി വെച്ചിട്ട് കെട്ടി വയ്ക്കുന്നില്ല. അതുപോലെ ഇതിൻ്റെ എല്ലാ വീടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ടുള്ളതാണ്. ഞാൻ കാണിച്ചതാ. ഇങ്ങോട്ടുള്ളതാണ്. ഇവിടെ ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ ഇവിടെ ആൾക്കാർ. അതായത് ഇത് ഇവിടുത്തെ ഏതൊരു പാവപ്പെട്ട 2 കുടുംബങ്ങൾക്ക് 2 വീടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവരാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിക്ക വലിയ വീട്ടുകാരും അതിൻ്റെ വീട്ടിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ കെട്ടിയിട്ട് ആർക്കെങ്കിലൊക്കെ സ്വന്തമായിട്ട് കൊടുക്കും വീട്. അപ്പുറത്ത് ലോഡ്ജാണ്. ഇവിടെ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളി കേട്ടോ. തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. അതിൽ പക്ഷേ മീൻ വളർത്താണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അയ്യോ, നല്ല സ്ഥലം കേട്ടോ അവിടെ. അതിൻ്റെ വിറക് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഭാഗമാണ്. അതിൽ കട്ട് ചെയ്യാൻ പോയിട്ടത്. 18 ഫീറ്റ് ടോട്ടൽ. 18 ഫീറ്റ് 18 ഫീറ്റ് 18 80 80 അടിയാണോ? 80 നമുക്ക് അടിക്കണക്കൊന്നും അറിയാത്തതുകൊണ്ട് कट करेगा बाद में ये फिटिंग करेगा. ऐसा भी फिटिंग करेगा. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റിയൊമ്പ് വെച്ചിട്ട് കെട്ടാണ് ഇവിടെ ചെയ്യുക. നല്ല കഷ്ടമുള്ള പണിയാണ് കേട്ടോ. അതും ഇവർ നട്ടു വെയിലത്താണ് ഇവർ ഇരുന്ന് പണിയെടുക്കുന്നത്. ഏകദേശം അവരവിടെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ടൈം ആക്കിയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ബാ പോവാം. किधर जाएगा अभी? अभी किधर जाएगा? अभी हाँ, अभी हम लोग बांग्लादेश जाएगा, घर जाएगा. വൈക്കാൻ ഞാൻ ബംഗ്ലാദേശേ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോവാണേ. ടൈം ഇപ്പോൾ തന്നെ 3 മണിയായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ തണുപ്പിറങ്ങും. നമ്മളാണെങ്കിൽ മറ്റേ ഇവിടെ ഫുൾ ടൈം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മളെന്തായാലും തിരിച്ചാണല്ലോ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലാണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പിറങ്ങും. കോട്ട് എടുത്തിട്ടില്ല, ജാക്കറ്റ് അവിടെയാണ്. പിന്നെ അത് പോയിട്ട് അതിട്ടിട്ട് ഞാൻ ഇറങ്ങണം. കണ്ടോ, ഇതിൻ്റെ എല്ലാവരുടെ വീട്ടിലും ഒരു ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട്. ഞാനിവൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു.
അവിടേക്കായാലും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ അവിടെ ഗാർഡന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എന്തായാലും പോണ വഴിക്ക് അതും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോവുക. टोटल कितना विलेज है इधर? हाँ चेक किया विलेज कितना है? इधर 1K ये चेकिया नहीं है, हम्म, ये एलपी स्कूल का डिस्ट्रिक्ट है, इसका नाम है ब्लॉक ചെറിയൊരു ब्लॉक കുട്ടി 3 അവിടെ അപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ब्लॉक 3 में ഒരു ഭാഗത്ത് ഫുൾ അപ്പാർട്ട്മെൻറ്റും ഒരു ഭാഗത്ത് ഫുള്ള് ചെറിയ ചെറിയ വീട് കുടിലുകളും. ചില ഭാഗങ്ങളിൽ വലിയ വീടുകൾ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ, അതിൻ്റെ തൊടിയിൽ തന്നെ വേറെ ഇതേപോലെ ഓല കെട്ടി, ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഓലയെ കെട്ടി വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പാവങ്ങൾക്ക് ആർക്കേലൊക്കെ അവർ കൊടുക്കും. അത്യാവശ്യം നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളവർ. ഇതെല്ലാവരുടെ വീടുകളും കാട്ടുണ്ടാവും കേട്ടോ. ഇവിടുത്തെ ഒരു കട. कितना किलोमीटर है? 1 ഇവിടുന്ന് 1 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇതിൻ്റെ ഭാഷയൊക്കെ സീനാട്ടോ ഗൈസ്. इधर ये आसामी लैंग्वेज है? आसामी नहीं है, हाँ नागा किस्टन, नागा किस्टन किस्तन, हाँ, नागा किस्तन എന്നൊക്കെ और പറഞ്ഞ मुस्लिम ലാംഗ്വേജ്. पूरा पूरा आसामी पूरा। वो मेरे फ्रेंड कौन सा? ആക്കത് എൻ്റെ കൂട്ടുകാരനാ കേട്ടോ. ए ताकि उता दिन लगन दे आकाश से ഇതൊക്കെ ഇതിൻ്റെ ഗ്രാമത്തിലോട്ട് വന്നിട്ട് ഇവിടെ താമസാക്കിയ ആൾക്കാരാണ് കൂടുതൽ. വില്ലേജ് ഗ്രൗണ്ട് വില്ലേജ് ഗ്രൗണ്ട് അടുത്ത് ഗ്രാമത്തിലെ മെയിനായിട്ടുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. നമുക്കിനി ഇതിൽ കൂടെ ചുറ്റി വളഞ്ഞ് ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ചുറ്റി വളഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആരൊക്കെ പിള്ളേരൊക്കെ हुसैन ये क्या बोलेगा तुम कहेगा? फुट हाँ नहीं खाना चावल നീടാ गुटका ആ ഗുഡ്ക. गुटका ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഗുഡ്ക ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അതും ഫുൾ ടൈം ചായച്ചുകൊണ്ടാണ് നടക്കുന്നത്. നല്ല രസമായിട്ട് വരുന്ന വില്ലേജ് കാണാൻ. ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും നേരെ കാണത്തില്ല, സൂര്യൻ അവിടെ നിന്ന് നിൽക്കുന്നത് കൊണ്ട്. നമ്മൾ സൂര്യൻ്റെ നേരെ നടക്കുന്നത് അതുകൊണ്ടൊന്നും കാണത്തില്ല. ഇവിടെ ഫുള്ള് വില്ലേജ് കേട്ടോ, പാടത്തിൻ്റെ സൈഡിലൊക്കെ. ആ इधर से हम लोग जाएंगे, उधर से जाएगा तो पता नहीं। ജാസ്തി ദൂരെ इधर से तुम अच्छा कह रहे देखो മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ 1.5 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പാടത്തിൽ കൂടിയും വേറെ ആൾക്കാരുടെ വീട്ടുവളപ്പിൽ കൂടിയും കയറിയിട്ട് കേട്ടോ പോകുന്നത്. मेरे पास बाइक नहीं है. थोड़ा आगे ना जाम करो, मुश्किल नहीं है। क्या हुआ? चप्पल अंदर आएगा. से
बारिश करेगा। ആ കനാല് ചാടി കടന്നതാണ്. ചളിയിൽ വീണേ, കാലിൽ മൊത്തം ചളിയായി. ഇപ്പോൾ ഒക്കെ ഒന്ന് കഴുകിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഭയങ്കര സ്മെല്ലാട്ടോ. എന്തൊക്കെയോ വീട്ടിൻ്റെ ബാക്കിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. എല്ലാവരും വീട്ടിലും കാണുന്നുണ്ട്. നല്ല രസത്തിൽ ഉള്ളത് ചെറിയ വീടാണെങ്കിലും നല്ല രസത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് അവർ. हाँ दोस्त है, कॉलेज भी दोस्त है ना. ചെറിയ പപ്പിക്കുട്ടികളാണ് രണ്ടെണ്ണം. തള്ളിയുണ്ടെങ്കിൽ നല്ല കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോവാ. हेलो, आपका नाम? हाँ, मयूर. इस स्टैंडर्ड स्टडी पढ़ता है? क्लास 2. ചിക്കരണ്ടി പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഉള്ളിലോട്ട് വിളിച്ചാണ്. ഇത് ഇവിടുത്തെ ഒരാളുടെ റൂമാട്ടോ. आपका नाम? अंसार. आपका नाम? मेरा नाम हाँ, अंसार बॉस. ठीक है ना. ഇവിടെ എല്ലാ അൻസാറുകളാണ്. ഹലോ, ഹായ് ഹായ്. अभी फोन में ഫോൺ കളിക്കുന്നതാണ്. താങ്ക് യു. നമുക്ക് വെള്ളമൊക്കെ എടുത്തു തരാം കേട്ടോ. ഐസ്പാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫ്രഷായിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞതും ചാർജ് കഴിഞ്ഞു മൊബൈലിൻ്റെ. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വിട്ട് അവൻ്റെ വീട്ടിൽ തന്നെ വന്ന് എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ രാത്രിയാവുകയും ചെയ്ത്. അപ്പോൾ നോമ്പൊരുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. അതെ കേട്ടോ, ഞാൻ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് നാളെ ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ മുഴുവനായിട്ട് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ.